സോ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന 90% ആൾക്കാരും നമ്മളെ യൂട്യൂബിൽ നിന്ന് എങ്ങനെ വരുമാനം ഉണ്ടാക്കാമെന്ന് അറിയാത്ത ആൾക്കാരാണ്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ ഫുൾ ഡൗട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അതിൽ നിന്ന് റവന്യൂ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുന്നുണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആ ചാനലിന് നമ്മൾ ഇടുന്ന പേരാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു യൂട്യൂബ് ചാനലിൻ്റെ പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് ChatGPT പോലത്തെ AI ടൂൾസ് യൂസ് ചെയ്യാവുന്നതാണ്. സോ സെക്കൻഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ചാനലിൻ്റെ കണ്ടൻറ്റ്, നമ്മുടെ ഫസ്റ്റ് വീഡിയോ തന്നെ ഒരു ഗെയിം പ്ലേ കണ്ടൻ്റ് ആയിട്ടിട്ടാൽ ആരും മൈൻഡ് ചെയ്യില്ല. കാര്യം എന്താണ്, ഇപ്പോൾ എല്ലാ എന്ന് പറയുമ്പോൾ എല്ലാ യൂട്യൂബേഴ്സും ഏതൊരു ഗെയിമിനെ കുറിച്ച് വീഡിയോ ഇട്ടാലും ഫസ്റ്റ് അതിന് ഗെയിം പ്ലേ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. സോ നമ്മളെ ഓഡിയൻസ് ഈ ഒരു വീഡിയോസും കാര്യങ്ങൾ കണ്ട് മടുത്ത് നമ്മളെ വീഡിയോസ് വെറുക്കും. സോ അങ്ങനെയുള്ളൊരു ഓഡിയൻസാണ് ഇപ്പോഴത്തെ നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സോ അങ്ങനെ ചെയ്യാണ്ട് നിങ്ങൾ ആ ഗെയിമിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഉദാഹരണമായിട്ട് നമ്മുടെ ഫ്രീ ഫയറിൻ്റെ സെൻസിറ്റിവിറ്റി ട്രിക്ക് എന്നൊരു കണ്ടൻറ്റ് നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ യൂട്യൂബ് ചാനലിൽ കുറവാണ് ആ ഒരു കണ്ടൻറ്റ് കുറവാണ്. സോ അങ്ങനത്തെ കണ്ടൻറ്റ്സ് നിങ്ങൾ യൂസ് ചെയ്യുക. അതല്ല ഇപ്പം മൈൻക്രാഫ്റ്റിൽ സർവൈവൽ വീഡിയോ ആണെങ്കിൽ അങ്ങനെ. പക്ഷേ നമ്മുടെ വീഡിയോൻ്റെ ടൈറ്റിൽ മാത്രമല്ല ഇതിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. ടൈറ്റിൽ കൂട്ടത്തിൽ മെയിനായിട്ട് വേണ്ടുന്ന ഒരു സാധനമാണ് തംബ്നെയിൽ. തംബ്നെയിൽ കറക്റ്റായിട്ടുള്ള അടിപൊളി വീഡിയോസ് ആണെങ്കിൽ പെട്ടെന്ന് നമ്മളെ റീച്ചിലേക്ക് എത്തിക്കുകയും നമ്മുടെ ഓഡിയൻസിലേക്ക് പെട്ടെന്ന് തന്നെ ഇത് വൈറലാവാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം തംബ്നെയിൽ അടിപൊളിയാണെങ്കിൽ നമ്മുടെ ഓഡിയൻസ് ആ ഒരു വീഡിയോ എന്തായാലും ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വൈറലാക്കാനും അതേപോലെ ഓഡിയൻസിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിക്കാനായിട്ടും നിങ്ങൾ ഒരു ദിവസം ഒരു ഷോട്ടിന് പകരം 10 ഷോട്ടെങ്കിലും ഇടുക. അപ്പോൾ നിങ്ങളുടെ ചാനലിൽ വീഡിയോസ് കൂടുകയും അത് ആൾക്കാരിലേക്ക് പെട്ടെന്ന് എത്താനായിട്ട് ചാൻസസ് ഉണ്ട്. നമ്മളെ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനായിട്ട് ഹാഷ്ടാഗ് ആരും മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഷോർട്ട് വീഡിയോയ്ക്കകത്ത് നല്ലൊരു ഹാഷ്ടാഗ് ഉണ്ടെങ്കിൽ ആ കാണുന്ന ആൾക്ക് ഇൻട്രസ്റ്റ് എന്താണോ ആ ഒരു ഹാഷ്ടാഗ് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ കളിക്കുന്ന ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ ഒരു ഫ്രീ ഫയർ കണ്ടൻറ്റാണ് ഇടുന്നതെങ്കിൽ നിങ്ങൾ ഫ്രീ ഫയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹാഷ്ടാഗ് ഇടാൻ ശ്രമിക്കുക. അതല്ല നിങ്ങൾ മൈൻക്രാഫ്റ്റാണ് കളിക്കുന്നതെങ്കിൽ മൈൻക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഹാഷ്ടാഗ് ഉപയോഗിക്കുക. ഓക്കെ, നിങ്ങൾക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരു കറക്റ്റായിട്ടൊരു ടൈമിംഗ് വേണം. ഉദാഹരണമായിട്ട് 12 PM, 6 PM, 9 PM ഈ 3 സമയങ്ങളെന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും അതേപോലെ ഹോം ജോബ് ചെയ്യുന്നവരും അതേപോലെ ഓഫീസ് വർക്ക് ചെയ്യുന്ന ആൾക്കാരും എല്ലാവരും ഫ്രീ ആയിട്ടുള്ള 3 ടൈമിങ്ങിൽ നിന്നാണ് ഈ 12 PM, 6 PM, 9 PM ഈ 3 ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകയും നിങ്ങളുടെ വീഡിയോസിനെ വൈറലാക്കാനായിട്ട് എൻഗേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആദ്യത്തെ 2 സെക്കൻഡ്, നിങ്ങളുടെ വീഡിയോയുടെ ആദ്യത്തെ 2 സെക്കൻഡാണ് നമ്മളുടെ ഓഡിയൻസിലെ ഏറ്റവും കൂടുതൽ എൻഗേജിങ് ആക്കുന്നത്. നിങ്ങളുടെ കണ്ടൻറ്റിലെ ആദ്യത്തെ 2 സെക്കൻഡ് നല്ലതാണെങ്കിൽ നമ്മളെ ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് നമ്മുടെ ഓഡിയൻസ് വാച്ച് ചെയ്യും. അതല്ല നിങ്ങളുള്ള ആനിമേഷൻസും ആവശ്യമില്ലാത്ത ഓവർലേസും ആഡ് ചെയ്ത് ആദ്യത്തെ 2 സെക്കൻഡ് കുളവാക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ വീഡിയോസിന് വ്യൂസ് കിട്ടില്ല. ഓക്കെ, പിന്നെ നിങ്ങളുടെ വീഡിയോയിൽ മെയിനായിട്ട് വേണ്ടതാണ് ഒരു ബാക്ക്ഗ്രൗണ്ട്. ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളുടെ വീഡിയോ കൂടുതൽ എൻഗേജിങ് ആവുകയും കൂടുതൽ ഓഡിയൻസിലോട്ട് എത്തിച്ച് ആ ഒരു വീഡിയോ വൈറലാവുകയും ചെയ്യും. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ സംസാരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നല്ലൊരു വീഡിയോ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യണം. ഓക്കെ, ഒരു വീഡിയോയിലെ മെയിനായിട്ടുള്ള 2 കാര്യങ്ങളാണുള്ളത്. അതിൻ്റെ ഇൻട്രോയും എൻഡിങ്ങും അടിപൊളിയാണെങ്കിൽ നമ്മുടെ ഓഡിയൻസ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയും അവർ ഇനിയും നമ്മുടെ വീഡിയോസ് കാണുകയും ചെയ്യുന്നത്. ഓക്കെ, ഇനി എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്നുള്ളത്. പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഒറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആകാം. പക്ഷെ അത്രയ്ക്ക് നല്ല കണ്ടൻറ്റും അതേപോലെ നല്ല റീച്ച് നിങ്ങളുടെ ചാനലിൽ കിട്ടണം എന്ന് പറയുമ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും വ്യൂ ടൈമും 4000 ഉണ്ടെങ്കിലേ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അഥവാ നിങ്ങളുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും കംപ്ലീറ്റ് ആയാൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ അത് അപ്ലൈ ചെയ്യാനുള്ള പ്രോസസ്സ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. സോ ആ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുന്നേ
ഇത്രയും നേരം നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. എന്നാലേ നിങ്ങൾക്ക് ഇതേപോലത്തെ അടിപൊളി മോണിറ്റൈസേഷൻ ടിപ്സൊക്കെ കിട്ടത്തുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് ഫസ്റ്റ് നിങ്ങളെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏർണിങ്സ് എന്നുള്ള സെക്ഷൻ കാണും. അവിടെ അപ്ലൈ നൗ എന്ന ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അവിടെ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ പെർമിഷൻ ചോദിക്കും. ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അതിൽ വീണ്ടും നിങ്ങളുടെ ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളാനായിട്ട് സാധിക്കും. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പറയുകയാണ്, നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ആക്കിയിട്ട് അവരും കൂടെ അറിയട്ടെ ഇതേപോലത്തെ അടിപൊളി കണ്ടന്റ്സ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ടെന്ന്. സോ അടുത്തൊരു അടിപൊളി കണ്ടന്റുമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. സോ മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ, ലവ് യു ഓൾ, ടേക്ക് കെയർ.